മാ യൽഫിദു മിൻ ഖൗൽ, ഒരു വാക്ക് നമ്മൾ പറയുന്നത് പോലും ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, രേഖപ്പെടുത്താതെ പോവുകയില്ല. വാക്ക് പറയുന്നത് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ തീർച്ചയായും രേഖപ്പെടുത്തും. ഇപ്പോൾ മനുഷ്യൻ്റെ അമലുകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നമ്മളത് എത്ര നിസ്സാരമെന്ന് വിചാരിച്ചാലും, നമുക്ക് യാതൊരു വാല്യൂവും ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചാലും അതങ്ങനെ ഇല്ലാതെ ആവുന്നില്ല. അള്ളാഹുവിൻ്റെ കണക്കിൽ ഓരോ മനുഷ്യൻ്റെയും ഓരോ നിമിഷത്തെയും പ്രവൃത്തികൾക്ക് വിലയുണ്ട്. അത് അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ രേഖയെക്കുറിച്ച് പറയുന്നത്. ചില മശായിഖുമാർ ഉലമാക്കൾ പറഞ്ഞത് കാണാം, നമ്മുടെ അമലുകൾ നന്നാവാൻ, സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ, മാസിയത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെയുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ രേഖയെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഒരു ദിവസം ഇരുന്നിട്ട് ഒരു ദിവസം മുഴുവൻ നമ്മുടെ കൂടെ ഒരാൾ നടന്ന് നമ്മുടെ പ്രവൃത്തികളൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെയായിരിക്കും അന്ന് ജീവിക്കുക? വെറുതെ എഴുതി വെക്കുന്നു, ശിക്ഷയില്ല, പക്ഷെ എഴുതുന്നു എന്ന് മാത്രം. എങ്കിൽ പോലും നമ്മളന്ന് വളരെ നന്നായി ജീവിക്കാൻ ശ്രമിക്കും. എഴുതിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അത് കാണുമെന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ എത്ര സൂക്ഷ്മതയോടെയായിരിക്കും നമ്മൾ ജീവിക്കുക? പക്ഷേ ഈ എഴുതുന്നത് ആരാണ്? മലക്കുകളാണ്. എഴുതിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇത് കാണാൻ പോകുന്നത് ആരാണ്? എല്ലാവരും കാണും നാളെ പരലോകത്ത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂ. നാളെ പരലോകത്ത് താൻ ചെയ്ത നന്മയും തിന്മയും മനുഷ്യൻ കാണും. അങ്ങനെ കാണുമ്പോൾ തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ, ഈ അമലുകളും താനും തമ്മിൽ വളരെ അകലത്തിലായിരുന്നെങ്കിൽ, ഇത് കാണാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് മനുഷ്യൻ അന്ന് ആലോചിക്കും, ചിന്തിച്ചു പോകും. യുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു, അള്ളാഹു ഇത് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് ഈ അവസ്ഥ വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള ഖേദം ഉണ്ടാവാതിരിക്കാൻ.